എന്റെ കളേഴ്സും ജാൻസറീസും സപ്ലൈസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് എന്റെ കളേഴ്സ് വന്നിട്ട്. ആൻഡ് ഗൈസ്, ഞാൻ ഇതേപോലെ കുറച്ച് കളേഴ്സ് ഒക്കെ കേട്ടോ, ഇനിയും കളേഴ്സ് ഒക്കെ വരാനുണ്ട്. കളേഴ്സ് ഒക്കെ വന്നിട്ട് ഡാഡിയുടെ വീട്ടിലാട്ടോ. അതുകൊണ്ടാണ് ഞാൻ 2 കളേഴ്സ് 3 കളേഴ്സ് ഒക്കെ കാണിക്കുന്നത്. ആൻഡ് അതിന് മുന്നേ ഞാൻ കളർ എടുക്കാൻ വിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ ഓർഗനൈസ് ചെയ്ത് വെച്ച കളർ ഉണ്ടല്ലോ, അത് ഞാൻ കാണിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പേര് ലൈക്ക് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, കമന്റ് ഒക്കെ ചെയ്യാട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് നിങ്ങൾ കമന്റിൽ പറയാം. പിന്നെ ഞാൻ പശ കാണിച്ചോടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഓൾറെഡി എന്റെ ഫെവിക്കോൾ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ആ തീർന്നു പോയ കാരണം തന്നെ എനിക്കത് കാണിക്കാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നില്ല. വലിയ കുപ്പി ഫെവിക്കോൾ ഇന്നലെ മിഞ്ഞാന്നിട്ട് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റിക്കില്ലേ അതാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. വീക്കോൾ ഞാൻ കാണിക്കുന്നുണ്ട്, അത് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ ടാപ്പ് വന്നിട്ട് ഞാൻ ടാപ്പും കാര്യങ്ങളൊക്കെ ഡാഡിന്റെ വീട്ടിലാണ്. അവിടെ ഓൾറെഡി എനിക്കൊരു ടാബിൽ ഉണ്ടായിരുന്നു. അവിടെ എന്റെ കളേഴ്സ് ഒക്കെ പെട്ടു. അപ്പൊ അവിടുന്ന് ഞാൻ ഒരു കളർ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഫസ്റ്റ് കാണിച്ച കളറാട്ടോ. അപ്പൊ ഞാൻ തൂക്കി പിടിക്കാൻ പറ്റുന്ന നമുക്ക് സ്കെച്ച് കളേഴ്സ് ഇല്ല, അതൊക്കെയാണ് വെച്ച് കൊടുത്തത്. അതാണ് ഞാൻ ഡാഡിന്റെ വീട്ടിൽ എന്ന് പറയുമ്പോൾ കൊടുക്കുന്നത്. ഇനി ഒരുപാട് സാധനം എനിക്ക് അവിടെ നിന്ന് കൊണ്ടുവരാനുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൊണ്ടു കഴിഞ്ഞാലേ എനിക്ക് സമാധാനം കിട്ടത്തുള്ളൂ ഗൈസ്. എന്നാലേ സമാധാനം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ വേറെ സ്ഥലത്തിരിക്കുമ്പോൾ നമുക്ക് എന്താ ഒരു ഉന്മേഷമില്ലാത്ത പോലെ അല്ലേ. അത് എല്ലാവരും സാധനങ്ങൾ കേട്ടോ. അതേപോലെ തന്നെ സപ്ലൈസ് ഇല്ലാന്നും പറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ സപ്ലൈസ് ഒക്കെ നമുക്ക് ഒരുപാട് കിട്ടും. നമ്മളെ ബുക്കിന്നും ചട്ടയിന്നും എല്ലാത്തിന്നും വെട്ടിയെടുത്ത് നമുക്ക് അതൊക്കെ സപ്ലൈസ് ആക്കി എടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വിട്ടുപോയ കളർ നമ്മൾ വീണ്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഹൈലൈറ്റർ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ അപ്ലാണ് ആലോചിച്ച് ഞാൻ കാണിച്ചില്ലല്ലോ എന്ന് ആലോചിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ബുക്കിൽ നിന്ന് കിട്ടുന്നതും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ വെട്ടിയിട്ട് നമുക്ക് ജാൻ സപ്ലൈസ് ആക്കി യൂസ് ചെയ്യാം. പിന്നെ സ്റ്റാമ്പ്സും പിന്നെ സ്റ്റിക്കി നോട്ട്സും സ്റ്റാമ്പ്സിന്റെ ഓർഗനൈസറിൽ വന്നിട്ടുണ്ട്. അതെങ്ങനെ പെട്ടെന്ന് എനിക്കറിയില്ല. ആൻഡ് നമ്മൾ എന്തെങ്കിലും എടുത്തേക്കുന്ന സമയത്ത് പെട്ടതായിരിക്കാം. അപ്പൊ പിന്നെ ഇതെന്റെ കസിൻ തന്ന പൈസസ് ആണ്. പിന്നെ സ്കൂളിലെ കുറെ കുട്ടികൾക്ക് കയ്യിലൊക്കെ ഈ കാശ് തന്നെ ഉണ്ട്. അവർ ടാപ്പ് ഒട്ടിച്ചതും അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറെ വെട്ടി ഒട്ടിച്ചതും പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഗിവ് ഓവർ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബോഗും കൂടി കാണിക്കുന്നുണ്ട് ഗൈസ്. ബോ കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്താ സമാധാനം. പിന്നെ അതൊക്കെ അതിക്കന്നെ ഒതുക്കി വെച്ച് അറേഞ്ച് ചെയ്ത് വെച്ച് വീണ്ടും അതേപോലെ തന്നെ ചെയ്യാം. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ ആ കളർ കാണിച്ചില്ല. അപ്പൊ ലാസ്റ്റ് ഞാൻ ആ കളർ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ കളർ കാണിച്ചപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷമായി ഗൈസ്. ഞാൻ എന്റെ കളർ കുറഞ്ഞല്ലോ നമുക്ക് ഓർമ്മ പോയി. എന്താ വെച്ചാൽ ഗൈസ്, ഞാൻ വീഡിയോ എടുക്കണതിന്റെ തിരക്കിലായ കാരണം എന്റെ ഓർമ്മ പോയി ഗൈസ്. അതുകൊണ്ട് ഞാൻ ഹൈലൈറ്റർ വീണ്ടും ഞാൻ എടുത്ത് കാണിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ഇട്ടുതരുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കണേ. ഞാനിപ്പോൾ ഇത് 3ാമത്തെ വട്ടമാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും കുറവായ കാരണം കേട്ടോ ഇങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യം, ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യം എനിക്ക് വന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്കെച്ച് കളറൊന്നും വിട്ടുപോയിട്ടുണ്ട്, അതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.